കോഴിക്കോട് വലിയങ്ങാടി പഴയ പാസ്പോർട്ട് കെട്ടിടം തകർന്ന് 2 പേർ മരിച്ചു. 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കാലപ്പഴക്കം വന്ന കെട്ടിടമാണ് പൊളിഞ്ഞു വീണത്. പരിക്കേറ്റവരെ ബീച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിവരങ്ങളുമായി രമ്യ ദാസ് ചേരുന്നുണ്ട്. രമ്യ, ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ശ്യാം ബാബു, വളരെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. കാരണം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പാസ്പോർട്ട് ഓഫീസിൻ്റെ, അതായത് വലിയങ്ങാടി, കോഴിക്കോട് വലിയങ്ങാടിയിലുള്ള പഴയ പാസ്പോർട്ട് ഓഫീസിൻ്റെ ഇതിൻ്റെ ഏകദേശം ഈ സൺഷെയ്ഡ് ഭാഗമാണ് ഏകദേശം ഒരു അരമണിക്കൂറിന് മുൻപ് തകർന്നു വീണത്. ഇതിലിവിടെ തൊഴിലാളികൾ ഉൾപ്പെടെ റെസ്റ്റ് ചെയ്യുന്ന ഒരു ഇടമാണ്. കാരണം ജോലിയിൽ നിന്നും വിശ്രമ സമയങ്ങളിൽ തൊഴിലാളികൾ ഉൾപ്പെടെ വിശ്രമമെടുക്കുന്ന സ്ഥലമാണ്. ഈ സ്ഥലത്തേക്കാണ് ഇത്തരത്തിൽ ഈ ഒരു വലിയ ബീം, മുകളിലുള്ള കോൺക്രീറ്റിന്റെ വലിയ ബീം തകർന്നു വീഴുന്നത്. ഇതിൽ 5 പേരാണ് ഇത്തരത്തിൽ ഈ ഒരു സമയത്ത് ഈ സംഭവം നടക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് നമുക്കറിയാൻ കഴിയുന്നത്. ഈ 5 പേരുടെ മേലേക്കാണ് ഇത്തരത്തിൽ ഈ ഒരു വലിയ ബീം തകർന്നു വീണത്. നിലവിൽ ഈ 5 പേർക്കും ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് ഏറ്റവും വിഷമമായ ഈ കാര്യം പറയാനുള്ളത്, ഇതിൽ 2 പേർക്ക് ജീവൻ നഷ്ടമായി എന്നുള്ള ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്തയാണ്. ഇവിടെ നിന്ന് പരിക്ക് പറ്റിയ ഉടൻ തന്നെ തൊഴിലാളികളും ബാക്കിയുള്ള ആളുകളെല്ലാം പ്രദേശവാസികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇവരെ ബീച്ച് ആശുപത്രിയിലേക്ക് മാറ്റി. ഇവിടെ നിന്നാണ് ഇത്തരത്തിൽ ഈ ആശുപത്രിയിലെത്തിയ ശേഷമായി ഇത്തരത്തിൽ 2 പേർക്ക് ജീവൻ നഷ്ടമായി എന്നുള്ളൊരു വാർത്ത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ ബിൽഡിംഗ്, അതായത് കാലപ്പഴക്കം വന്ന് പൊളിച്ചു മാറ്റാൻ 2 വർഷങ്ങൾക്ക് മുമ്പ് കോർപ്പറേഷൻ കാലപ്പഴക്കം കൊണ്ട് പൊളിച്ചു മാറ്റാൻ തീരുമാനമെടുത്തായിരുന്നു. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് വീണ്ടും ഈ ഒരു പൊളിച്ചു മാറ്റൽ നടപടി നീണ്ടുപോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ തന്നെ ഇവിടെ ഇതിനു ശേഷവും നിരവധി സ്ഥാപനങ്ങളുടെ ഗോഡൗണുകൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. പല ബിൽഡിങ്ങുകളിലെ കടമുറികൾ തുറന്നു വെച്ചിരുന്ന രീതിയുണ്ട്. അപ്പോൾ പല ബിൽഡിങ്ങുകളുടെയും ഗോഡൗണുകൾ ഇവിടെ പ്രവർത്തിച്ചിരുന്നു എന്നത് തന്നെയാണ്. ഏകദേശം ഒരാഴ്ച മുൻപ് വരെ മറ്റൊരു പുതിയൊരു സ്ഥാപനത്തിന് ഗോഡൗൺ ആയി തുറന്നു കൊടുത്തു, ഇവിടെ ഒരു കടമുറി തുറന്നു കൊടുത്തു എന്നുള്ള ആരോപണങ്ങൾ ഉൾപ്പെടെ ഇവിടെ പ്രദേശവാസികൾ അല്ലെങ്കിൽ ഇവിടെ തൊഴിലാളികൾ ഉൾപ്പെടെ ആരോപിക്കുന്നുണ്ട്. ഇവിടെ മേയർ ഉൾപ്പെടെ വന്നപ്പോൾ ഇത്തരം വിഷയങ്ങളെല്ലാം ആരഞ്ഞു. കാരണം കാലപ്പഴക്കം കൊണ്ട് പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ച കെട്ടിടം വീണ്ടും ഇവിടെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവ് തന്നെയാണ്. കൃത്യമായി തന്നെ കോർപ്പറേഷൻ്റെ അനാസ്ഥയാണ് നമുക്ക് പറയാൻ കഴിയും. കാരണം കാലപ്പഴക്കം കൊണ്ട് പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ച ഒരു കെട്ടിടമായിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ഇവിടെ പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടിരുന്നത്. അതായത് ഇവിടെ നിരവധി തൊഴിലാളികളുടെ ഈ മേഖല ഉൾപ്പെടെ, കാരണം വലിയങ്ങാടി എന്ന് പറയുമ്പോൾ നിരവധി സ്ഥാപനങ്ങൾ, കാലപ്പഴക്കം കൊണ്ടുള്ള നിരവധി സ്ഥാപനങ്ങൾ, കെട്ടിടങ്ങൾ ഉൾപ്പെടെ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ ഒരു വലിയങ്ങാടി എന്ന് പറയുമ്പോൾ. കോഴിക്കോടിൻ്റെ തന്നെ ഏറ്റവും പരമ്പരാഗതമായി തന്നെ തൊഴിൽ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന മേഖലയാണ് ഈ വലിയങ്ങാടി. അതിനാൽ തന്നെ നിരവധി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള മേഖലയിൽ ഇവിടെ ഉണ്ടായിരുന്നു. ഇതിൽ 5 പേരാണ് ഇത്തരത്തിൽ ഈ ഒരു അപകടത്തിൽപ്പെട്ടത്. നിലവിൽ അത് 2 പേരുടെ മരണമാണ് നിലവിൽ സ്ഥിരീകരിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ 2 പേരുടെ മരണമാണ് നിലവിൽ സ്ഥിരീകരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ കൂടി പുറത്തു വരേണ്ടത്. കാരണം ഇത് എവിടെയുള്ള ആളുകളാണ് ഉൾപ്പെടെ നമുക്ക് നിലവിൽ കിട്ടുന്ന വിവരം അനുസരിച്ച് അത്തൂളി സ്വദേശികളായിട്ടുള്ള ബഷീർ, അതുപോലെ തന്നെ അഷ്റഫ് എന്ന 2 പേരുകളുടെ വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായി കിട്ടുന്നത്. ഇതിൻ്റെ സ്ഥിരീകരണം കൂടി പുറത്തു വരേണ്ടതുണ്ട്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട നിരവധി തൊഴിലാളികൾ പ്രതിഷേധത്തിൽ തന്നെയാണ്. കാരണം ഈ ഒരു ബിൽഡിംഗ് കാലപ്പഴക്കം വന്ന ഒരു ബിൽഡിംഗ് ആണ്. ഈ ബിൽഡിംഗ് പൊളിച്ചു നീക്കണമെന്ന് തന്നെയാണ് തൊഴിലാളികൾ നിലവിൽ ഇപ്പോൾ ആവശ്യം. മേയർ ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ മേയറോടും ഈ ഒരു കാര്യം ആരാഞ്ഞപ്പോൾ നിലവിൽ അവസ്ഥകൾ പരിശോധിക്കട്ടെ എന്ന് മാത്രമാണ് മേയറും പറയുന്നത്. കാരണം ഈ 2 വർഷം മുൻപ് പൊളിച്ചു മാറ്റാൻ നിശ്ചയിച്ച ഒരു കെട്ടിടമാണ് നിലവിൽ ഇപ്പോൾ ഈ വലിയൊരു ബീം ഉൾപ്പെടെ തൊഴിലാളികളുടെ തലയിലേക്ക് വീഴുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തൊഴിലാളികൾ വരുന്നുണ്ട്. ഇവർ തന്നെ പ്രതിഷേധത്തിലാണ്. കാരണം ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കോർപ്പറേഷൻ നീങ്ങിയില്ല. അത് തന്നെയാണ് ഇത്തരത്തിലൊരു അപകടത്തിന് ഇപ്പോൾ വഴിവെച്ചത് എന്ന് തന്നെയാണ് ഇത്തരത്തിൽ തൊഴിലാളികൾ ഉൾപ്പെടെ പങ്കുവയ്ക്കുന്ന വിവരം. ചേട്ടാ, ഇവിടെ ഉണ്ടായിരുന്നു ഈ അപകടം നടക്കുമ്പോൾ? അറിയില്ല. ഓക്കെ ശ്യാം, കാരണം ഈ നിരവധി തൊഴിലാളികൾ രാവും പകലും ഇവിടെ ഈ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഈ വലിയങ്ങാടിയുമായി ബന്ധപ്പെട്ട നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ ഉണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതിനാൽ തന്നെ നിരവധി തൊഴിലാളികളാണ് ഈ ഒരു മേഖലയിൽ രാപ്പകലില്ലാതെ ജോലിയെടുക്കുന്നത്. ഇവരെല്ലാം വിശ്രമിക്കുന്നത് അത്തരത്തിൽ ആ ഒരു കടയ്ക്ക് സമീപമൊക്കെയാണ്. അത്തരത്തിൽ ഈ വിശ്രമവേളയിൽ ഈ ഒരു അവിടെ ജോലിക്കിടെ വിശ്രമിക്കുന്നതിടയിലാണ് ഇത്തരത്തിൽ വലിയൊരു ബീം ഇവരുടെ മേഖലയിലേക്ക് മുകളിൽ നിന്ന് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിലാദ്യത്തെ തുടർന്നാണ് ഇത്തരത്തിൽ ഈ 5 പേർക്ക് പരിക്കേൽക്കുന്നതും 2 പേരുടെ മരണം സ്ഥിരീകരിക്കുന്നതും. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ, അതായത് ഈ പ്രദേശവാസികൾ അല്ലെങ്കിൽ ഇവിടുത്തെ തൊഴിലാളികളുടെ ഉൾപ്പെടെ പ്രതികരണങ്ങൾ നമുക്ക് എടുക്കേണ്ടതുണ്ട്. ചേട്ടാ, ഇവിടെ ഉണ്ടായിരുന്നു ഈ സംഭവം നടക്കുമ്പോൾ? ഉണ്ടായിരുന്നില്ല. ഇത് അറിഞ്ഞിട്ടാണോ വന്നത്? വളരെ നിലവിൽ 2 പേരാണ് ഈ അപകടത്തിൽ മരിച്ചതെന്ന് കേൾക്കുന്നു.
അറിഞ്ഞിട്ട് വന്നതാണ്. എന്താണെന്നുള്ളത് ഒരു അപ്ഡേറ്റ് കൂടി വരുന്നുണ്ട്. മരണസംഖ്യ ഇപ്പോൾ 3 ആയിട്ടുണ്ട്. ഓക്കെ ശ്യാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന് സമീപമുള്ള ഒരു കെട്ടിടത്തിൻ്റെ ഉടമയായിട്ടുള്ള അത്തോളി സ്വദേശിയായിട്ടുള്ള ബഷീർ എന്നുള്ളതാണ് നമുക്ക് നേരത്തെ ലഭ്യമായി വരും. അതുപോലെ തന്നെ മറ്റൊരു തൊഴിലാളിയായിട്ടുള്ള അഷ്റഫ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു സ്ഥാപനത്തിൻ്റെ വാഹനത്തിലെ ഡ്രൈവറായിട്ടുള്ള വിനോദ്. അങ്ങനെ 3 പേർക്കാണ് ഇത്തരത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിൽ ഈ 3 പേരുടെ മരണം, അതായത് ഇവർക്ക് ഗുരുതരമായി തന്നെ ഈ ഒരു അപകട സമയത്ത് ഗുരുതരമായി തന്നെ ഇവർക്ക് പരിക്കേറ്റിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ 2 പേരുടെ മരണം നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. 3-ാമത്തെ ആളിലെ കൂടി മരണം, കാരണം ഇവർക്ക് കൃത്യമായി തന്നെ ഗുരുതരമായി. കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ നമ്മൾ നേരത്തെ കണ്ടതാണ്, വലിയ തലയ്ക്ക് മുകളിൽ ഈ ഒരു വലിയൊരു ബീമാണ് ഇവർ ഇവിടെ വിശ്രമിക്കുന്നതിനിടയിൽ മുകളിലേക്ക് പതിക്കുന്നത്. അത് ഈ സൺഷെയ്ഡ് ഭാഗമാണ്. ഇത്തരത്തിൽ കാലപ്പഴക്കം കൊണ്ട് ദ്രവീകരണമെല്ലാം സംഭവിച്ചതാണ്. അത്തരത്തിൽ ആ ഒരു ബീമാണ് ഇവരുടെ മുകളിലേക്ക് പതിക്കുന്നത്. അതിനാൽ തന്നെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഇവർക്ക്. പക്ഷേ വേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം, ഇവിടെ തൊഴിലാളികൾ ഉൾപ്പെടെ ഇവരുണ്ടായിരുന്നു, രക്ഷാപ്രവർത്തനം എല്ലാം നടത്താൻ സാധിച്ചു. എങ്കിൽ കൂടി ഗുരുതരമായി തന്നെ ഇവർക്ക് പരിക്കേറ്റിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചേട്ടാ, ഇവിടെ ഉണ്ടായിരുന്നു ഈ അപകടം നടക്കുമ്പോൾ? ഇല്ല. ചേട്ടാ, ഇവിടെ ഉണ്ടായിരുന്നു അപകടം നടത്തുമ്പോൾ ഇങ്ങോട്ട് വന്നത് ഇപ്പോൾ തന്നെ പണിയെടുക്കുന്നത്. എന്താ ഉണ്ടായത്? ഇടിഞ്ഞു വീണ തന്നെ അത്ര തന്നെ. ഇതിൽ എത്ര പേരാ പെട്ടത്? 5 പേരുണ്ട്. 5 പേര്. ഒന്ന് ഗാമല തൊഴിലാളി, അതായത് ബഷീറാണ്. അത് ജബ്ബാർ, കിണാശ്ശേരിയിലെ ജബ്ബാർ. ഒന്ന് ഈ വണ്ടിയിലെ ഓണർ ബഷീർ, മൂപ്പരെ സ്റ്റാഫുണ്ട് പണിക്കാരന്, പോട്ടറാണ്. ഒന്ന് അസറഫ്, ഒരു 3 ആൾ. പിന്നെ ഇവരെ ഒരു തൊഴിലാളിയുണ്ട് വിനോദ്. മൂപ്പര് അപകടതരണം ചെയ്തിട്ട് എന്താണുള്ള റിസൾട്ട് കിട്ടിയില്ല. പിന്നെ അത് പയ്യാനക്കുള്ള കോയ. അങ്ങനെയാണ് 5 പേര്. അതായത് ഈ ബിൽഡിംഗ് കുറെ പഴക്കം ചെന്ന ബിൽഡിംഗാണ്. അത് കണ്ടാൽ തന്നെ അറിയില്ല. നിങ്ങൾക്ക് അവസ്ഥ കണ്ടില്ലേ? ഇത് പൊളിച്ചു മാറ്റാൻ കോർപ്പറേഷൻ ഒരിക്കൽ നടപടി എന്താണെന്നുള്ള അറിയില്ല. അതിപ്പോ ഇവർക്ക് അറിയുള്ളൂ. മലയാളിമാർക്ക് പിന്നീട് അതിനുശേഷം എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കാലപ്പഴക്കം വന്ന ബിൽഡിംഗിൽ ഇങ്ങനെ പണിയെടുക്കേണ്ടി വരുന്നത് എന്താണെന്നുള്ള അറിയില്ല. ഇത് കണ്ടില്ല. കുറെ ഗോഡൌണുകൾ ഇതിൽ പ്രവർത്തിക്കുന്നു. ലൈനായിട്ട് ഇതിപ്പോ പുതിയതായിട്ട് ഉദ്ഘാടനം ചെയ്താൽ ശ്രീ ഗണേശ് പുതിയതായിട്ട് ഉദ്ഘാടനം ചെയ്തു. അത് ഒരപ്പുറമായിരുന്നു. ഇത് പഴയതാണ്. 2 അടച്ചിട്ടുകളതാ. 3 ഉണ്ട്. അതൊക്കെ ഗ്യാസായി കിടക്കുക. അതിലൊന്നുമില്ല, ഫ്രീ ആണ്. എല്ലാവരും ഇവിടെ ലൈനായിട്ട് ഇവിടെ ആളായിരിക്കും. ഒരു തണലാണല്ലോ. അപ്പോൾ എല്ലാവരും ബൈക്കൊക്കെ അവിടെ വെക്കുക. അവിടെ പ്രവർത്തിക്കാത്തതിൻ്റെ മുന്നിലൊക്കെ ആളുകൾ ഇരിക്കും. അവിടെ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ഗേറ്റാസ് ഒപ്പിക്കലൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒപ്പിക്കൽ. ശ്യാം, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ, കാരണം വിശ്രമവേളകളെല്ലാം ഇവിടെ ആളുകൾ ഈ ഒരു ഇപ്പോൾ ഈ നമ്മൾ പൊളിഞ്ഞു വീണ സ്ഥലത്താണ് എല്ലാ ആളുകളും വിശ്രമിക്കാനെല്ലാം വന്നിരിക്കാറ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടുന്ന് സംസാരിക്കുമ്പോൾ എല്ലാം മനസ്സിലാവുന്നത്. കാരണം നമുക്കറിയാം ഈ ബീമുകൾക്ക് താഴെ ഉൾപ്പെടെ ഈ ഒരു പൊട്ടി വീണതിന് താഴെ വാഹനങ്ങൾ ഉൾപ്പെടെ, അതായത് ബൈക്കുകൾ ഉൾപ്പെടെ നിർത്തിയിട്ടത് അതിൻ്റെ മേലയിലേക്കാണ് ഇത്തരത്തിൽ ഈ ഒരു വലിയ തോതിലുള്ള ബീമെല്ലാം വീണിരിക്കുന്നത്. കാരണം ഈ 2 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ ഈ ബിൽഡിംഗ് കാരണം കാലപ്പഴക്കം കൊണ്ട് പൊളിച്ചു മാറ്റാൻ കോർപ്പറേഷൻ തീരുമാനിക്കുന്നത്. പിന്നീട് പല വിധത്തിലുള്ള കേസുകളും എല്ലാം വന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഇത്തരത്തിൽ ഈ ബിൽഡിംഗ് പൊളിക്കാതെ ഇത്തരത്തിൽ നീണ്ടുപോയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഏകദേശം ഈ കാലപ്പഴക്കം വന്ന ബിൽഡിങ്ങിലാണ് ഒരാഴ്ച മുൻപ് ഇത്തരത്തിൽ പുതിയൊരു സ്ഥാപനം കൂടി ഒരാഴ്ച മുന്നേ തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാകുന്നത്. ഇതെല്ലാം തന്നെ കൃത്യമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം അതെങ്കിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. കാരണം കാലപ്പഴക്കം വന്ന ഒരു ബിൽഡിംഗ് പൊളിച്ചു മാറ്റാൻ തീരുമാനിക്കുന്ന ഒരു ബിൽഡിംഗ് പിന്നെയും അവിടെ ഇത്തരത്തിൽ 100 കണക്കിന് തൊഴിലാളികൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ എന്തുകൊണ്ടാണ് വീണ്ടും പ്രവർത്തിക്കേണ്ടി വരുന്നത്? കാരണം ജീവന് ഭീഷണിയാകുന്ന ഒരു ബിൽഡിംഗ് തന്നെയാണ്. ഇത്തരത്തിൽ ഇവിടെ എത്തിയപ്പോൾ തന്നെ മേയറോട് ഉൾപ്പെടെ ഇവിടെ പ്രദേശവാസികൾ തൊഴിലാളികൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടത് തന്നെയാണ്. കാരണം കാലപ്പഴക്കം വന്ന ബിൽഡിംഗ് ആണ്, ഇത് പൊളിച്ചു നീക്കേണ്ടത് ആവശ്യമാണ്, ഇതിൻ്റെ ബലക്ഷയം ഉൾപ്പെടെയുള്ള പരിശോധനകളെല്ലാം ആവശ്യമാണ് എന്നുള്ളത് തന്നെയാണ്. ഇതിൽ നടപടി ഞാൻ പരിശോധിക്കട്ടെ എന്നുള്ള ഒരു മറുപടി മാത്രമാണ് ഇവിടെ മേയർ ഉൾപ്പെടെ നൽകിയിട്ടുള്ളത്. മേയർ അല്പം മുമ്പാണ് ഇത്തരത്തിൽ ഈ ഒരു സ്ഥലം സന്ദർശിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. നിലവിൽ ഈ ഒരു ഇപ്പം നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ ഒരു സ്ഥലത്താണ് തൊഴിലാളികൾ ഉൾപ്പെടെ വിശ്രമിച്ചിരുന്നത്. ഇതിൽ 3 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇവരുടെ മേലേക്കാണ് ഇത്തരത്തിൽ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഭാഗങ്ങൾ അടർന്നു വീണത്. ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ മറ്റു 2 പേര് കൂടിയുണ്ട്. 5 പേരാണ് ഇത്തരത്തിൽ ഈ ഒരു സംഭവം നടക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത്. കാരണം തൊഴിലാളികൾ ഉൾപ്പെടെ വലിയ തോതിൽ വന്ന് വിശ്രമിക്കുന്ന, കാരണം കൃത്യമായി തന്നെ വയലേൽക്കാതെ സുരക്ഷിതമായിരിക്കാൻ കഴിയുന്ന ഒരിടം എന്നുള്ള കരുതിയിട്ടാവാം ഇത്തരത്തിൽ അവർ ഇവിടെയും എന്നും വിശ്രമിക്കുന്നൊരിടം തന്നെയാവാം. അത്തരത്തിൽ തന്നെയാണ് അവർ ഇന്നും ഈ വിശ്രമിക്കാൻ വന്നത്. പക്ഷേ അതിനിടയിലാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം നടന്നത്. ശ്യാം, കെട്ടിടത്തിൻ്റെ സ്ലാബ് തകർന്നു വീണാണ് ഈ അപകടം ഉണ്ടായത്. വലിയങ്ങാടി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം, ഒരുപാട് തിരക്കുള്ള ഒരു സ്ഥലം കൂടിയാണ്.
അപകടം കോഴിക്കോട് വലിയങ്ങാടിയിൽ തൊഴിലാളികൾ വിശ്രമിക്കുന്ന ഭാഗത്താണ് സ്ലാബ് പൊട്ടി താഴെ വീണ. ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നു. കോർപ്പറേഷൻ്റെ കെട്ടിടമാണ്. ഏതാണ്ട് ഒരുപാട് വർഷക്കാലമായി ഈ കെട്ടിടമൊക്കെ അവിടെ അങ്ങനെ നിൽക്കുന്നു. 3 തൊഴിലാളികൾക്കാണ് ജീവൻ നഷ്ടമായത്. ഈ 3 പേരും അവിടെ ലോഡിംഗ് ഒക്കെ കഴിഞ്ഞ് വിശ്രമിക്കായിരിക്കണം ഈ അപകടത്തിൽ പെട്ടിരിക്കുന്നത്. 2 പേരുടെയും 3 പേരുടെ നില പരിക്ക് പറ്റിയ 3 പേർ അവരെ ബീച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിശദാംശങ്ങൾ. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കടകരമായ വാർത്ത തന്നെയാണ് കോഴിക്കോട് നിന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. രമ്യ, ഒരു കാര്യം കൂടി, ഈ മേയർ അവിടെ എത്തിയെന്നാണ് രമ്യ റിപ്പോർട്ട് ചെയ്തത്. ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ ഇനിയും ഉണ്ടാവും, ഒരുപക്ഷെ കെട്ടിടത്തിലേക്ക് ഇനി ആരെയും പ്രവേശിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇനി ഇത്തരത്തിലുള്ളൊരു ദൗർഭാഗ്യകരമായ സാഹചര്യം, ഈ സങ്കടകരമായ സാഹചര്യം ഉണ്ടാവാതിരിക്കാനുള്ള എന്ത് നടപടികളാണ് ഇപ്പോൾ കോർപ്പറേഷൻ്റെ പറയാനുള്ളത്, പങ്കുവയ്ക്കാനുള്ളത്? ശ്യാം, ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ ഒരു അപകടം സംഭവിച്ച ശേഷമാണ് മേയർ ഇവിടെ എത്തുന്നത്. നിലവിൽ ഈ വസ്തുതകൾ, ഇവിടുത്തെ കാര്യങ്ങളൊന്ന് പരിശോധിക്കട്ടെ എന്നുള്ള മാത്രമാണ് മേയർ നൽകിയിട്ടുള്ള മറുപടി. കാരണം നേരത്തെ ശ്യാം സൂചിപ്പിച്ച പോലെ ഈ വലിയങ്ങാടിയെ സംബന്ധിച്ച് നിരവധി കെട്ടിടങ്ങളുണ്ട്. കാലപ്പഴക്കം വന്ന നിരവധി കെട്ടിടങ്ങളാണ്. കാരണം കോഴിക്കോടിനെ അപേക്ഷിച്ച് വലിയങ്ങാടി എന്ന് പറയുന്നത് പഴയകാല മാർക്കറ്റാണ്. നിരവധി കെട്ടിടങ്ങളുണ്ട്. ഇന്നും തേങ്ങയുടെയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ബിസിനസ്സുകളുടെ വലിയ കെട്ടിടങ്ങൾ തന്നെ ഈ ഒരു മേഖലയിൽ ഉൾപ്പെടെ നിരവധി പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ പലതും ഈ പറഞ്ഞ പോലെ കാലപ്പഴക്കം വന്ന നിരവധി കെട്ടിടങ്ങളുമുണ്ട്. ഇതിന് സമീപമുള്ള ഇതിന് അടുത്ത കാലഘട്ടത്തിൽ വരെ ഇത്തരത്തിൽ ഈ ഒരു മേഖലയിൽ തന്നെ ഇത്തരം അപകടങ്ങളെല്ലാം സംഭവിക്കാറുമുണ്ട്. ചെറിയ തോതിൽ മാത്രമാണ് അത്തരത്തിൽ ബിൽഡിംഗ് പൊളിഞ്ഞു വീഴുന്നതും എല്ലാം സംഭവിക്കാറ്. പക്ഷേ ഇത്തരത്തിൽ ജീവഹാനി വരുത്തുന്ന ഒരു അപകടം ഇത് അടുത്തിടെ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്. അത് നമുക്ക് ഏറെ വേദനയുള്ളവാക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. കാരണം അത് മറ്റു അപകടങ്ങളിലൊന്നും ജീവഹാനി സംഭവിച്ചില്ല എന്നത് നമുക്ക് ആശ്വാസകരമാണ്. പക്ഷേ ഇത്തരത്തിൽ ഇന്നും, കാരണം എല്ലാ ദിവസവും ഇവിടെ ആളുകൾ വന്ന് വിശ്രമിക്കുന്ന ഒരു ഇടമാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതിനാൽ ഇന്നും ഇതുപോലെ തന്നെയാണ് ഇവർ ഇവിടെ വന്നിരുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചു എന്നുള്ളതാണ് ഏറെ വേദനയുളവാക്കുന്നത്. പക്ഷേ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും നിലവിൽ ഇതുവരെയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ ആയിട്ടും പറഞ്ഞിട്ടില്ല. അതായത് സങ്കടകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ കോഴിക്കോട് വലിയങ്ങാടിയിൽ സംഭവിച്ചിരിക്കുന്നത്. സ്ലാബ് തകർന്നു വീണ് 3 ലോഡിംഗ് തൊഴിലാളികൾ മരിച്ചിരിക്കുന്നു എന്ന വളരെ ഖേദപൂർവ്വമായിട്ടുള്ള ഒരു വാർത്തയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെ ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.